പ്രിയപ്പെട്ടവരെ, ഞാൻ ഇന്നുള്ളത് ചരിത്രമുറങ്ങുന്ന തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ എന്ന് പറയുന്ന പ്രദേശത്താണ്. ഇവിടെയാണ് ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം പള്ളി എന്ന ഖ്യാതി കേട്ട ചേരമാൻ ജുമാ മസ്ജിദ് ഉള്ളത്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ പള്ളിക്ക് ഒരുപാട് അത്ഭുതകരമായ കഥകൾ പറയാനുണ്ട്. AD 629 ഈ പള്ളി നിർമ്മിക്കപ്പെടുന്നത്. അതായത് ഏകദേശം 1400ഓളം വർഷം പഴക്കമുണ്ട്. അവസാനത്തെ ചേര രാജാവായിരുന്ന ചേരമാൻ പെരുമാൾ മക്കയിലേക്ക് പോയി ഇസ്ലാം മതം സ്വീകരിച്ചതിനെ തുടർന്നാണ് ഈ പള്ളി ഉണ്ടായത്. അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം മക്കയിൽ നിന്നെത്തിയ മാലിക് ബിൻ ദീനാറാണ് ഈ പള്ളിക്ക് തറക്കല്ലിട്ടത്. കേരളീയ വാസ്തുവിദ്യയുടെ മനോഹരമായ കാഴ്ചയാണ് ഈ പള്ളിക്കുള്ളത്. നിങ്ങൾ ഇപ്പോൾ കാണുന്ന ഈ രൂപം മുസിരീസ് പൈതൃക പദ്ധതിയുടെ ഭാഗമായി അതിൻ്റെ പഴയ തനിമയിലേക്ക് തന്നെ തിരികെ എത്തിച്ചതാണ്. ഈ പള്ളിക്ക് പിറകിലായി മനോഹരമായ ഒരു കുളവും കാണാം. പള്ളിക്കുള്ളിലായിട്ട് ഒരു പഴയകാല നിലവിളക്കും കാണാം. ഇതിൽ എണ്ണ ഒഴിക്കാൻ ജാതിമത ഭേദമന്യേ ഒരുപാട് പേർ ഇവിടെ എത്താറുണ്ട്. ഈ പള്ളിക്കകത്ത് അതിമനോഹരമായ ഒരു മിമ്പറും കൂടെ കാണാം. റോസ് വുഡ് അഥവാ ഈട്ടിത്തടിയിലാണ് ഇത് പണി കഴിപ്പിച്ചിട്ടുള്ളത്. അതിമനോഹരമായ കൊത്തുപണികളോട് കൂടിയാണ് ഇത് പണി കഴിപ്പിച്ചിട്ടുള്ളത്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ തടിപ്പണികൾ ഇന്നും കേടുപാടുകൾ കൂടാതെ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ഈ കാണുന്നതാണ് ചേരമാൻ ജുമാ മസ്ജിദിലെ മിഹ്റാബ് എന്ന് പറയുന്നത്. ആ പഴയകാല പ്രൗഢി ഇന്നും അതിന് കാണാം. ഈ കാണുന്നത് പള്ളിയുമായി ബന്ധപ്പെട്ട ചരിത്ര രേഖകളാണ്. പലതും മാഞ്ഞു പോയിട്ടുണ്ട്. പള്ളിക്കകത്ത് കാണുന്ന ഈ മക്ബറുകൾ ചേരമാൻ പെരുമാളിന്റെ നിർദ്ദേശപ്രകാരം കേരളത്തിലെത്തിയ സംഘത്തിലെ പ്രധാനികളുടെ ഖബറുകളാണെന്നാണ് പറയപ്പെടുന്നത്. അന്ന് ചേരമാൻ പെരുമാളിന്റെ കത്തുമായി കേരളത്തിലെത്തിയ മാലിക് ബിൻ ദീനാറാണ് ഈ പള്ളി നിർമ്മാണത്തിന് നേതൃത്വം നൽകിയിരുന്നത്. ചേരമാൻ പെരുമാൾ പിന്നീട് മുസ്ലിം ആവുകയും അദ്ദേഹം താജുദ്ദീൻ എന്ന പേര് സ്വീകരിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മക്ബറയുള്ളത് ഒമാനിലെ സലാലയിലാണ്. ഒരു രാത്രിയിൽ അദ്ദേഹം ചന്ദ്രൻ പിളരുന്നത് കാണുകയും അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ അത് മക്കയിലെ പ്രവാചകന്റെ അത്ഭുതമാണെന്ന് മനസ്സിലാക്കി അദ്ദേഹം അങ്ങോട്ടേക്ക് യാത്ര തിരിക്കുകയായിരുന്നു. അങ്ങനെ മക്കയിൽ നിന്ന് തിരിച്ചു വരുന്ന സമയത്താണ് അദ്ദേഹം വഫാത്താകുന്നതും. അദ്ദേഹം സലാലയിലാണ് വഫാത്തായതെങ്കിലും അദ്ദേഹത്തിന്റെ ആഗ്രഹപ്രകാരം ഇവിടെ എത്തിയവരാണ് ഈ മണ്ണിൽ അന്ത്യവിശ്രമം കൊള്ളുന്നത്. ഇന്ന് ഈ പള്ളി ഒരു ആരാധനാലയം മാത്രമല്ല, വലിയൊരു മതസൗഹാർദ്ദ കേന്ദ്രം കൂടിയാണ്. എല്ലാ മതസ്ഥർക്കും ഒരുപോലെ കടന്നു വരാവുന്ന കേരളത്തിന്റെ പൈതൃകം വിളിച്ചോതുന്ന ഒരിടമാണ്. ചരിത്രവും വിശ്വാസവും ഇത്രയധികം ചേർന്ന് നിൽക്കുന്ന മറ്റൊരു സ്ഥലം കേരളത്തിൽ കുറവായിരിക്കും. ഈ കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. കൊടുങ്ങല്ലൂരിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഈ പൈതൃക കേന്ദ്രം തീർച്ചയായും സന്ദർശിക്കുക. കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. മറ്റൊരു നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. അസ്സലാമു അലൈക്കും.